ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി KP ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഉച്ചയൂണിൻ്റെ നാടൻ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉച്ചയൂണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ലഭ്യമായ പച്ചക്കറികൾ, എപ്പോഴും അവൈലബിളായ പച്ചക്കറി ഉപയോഗിച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യമായി പച്ചക്കായ കൊണ്ടുള്ള ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി 4 പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചക്കായകളൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ ഈസിയാണ് ഇന്നുണ്ടാക്കുന്ന എല്ലാ ഉപ്പേരികളും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പച്ചക്കായ ഇതാ അരിഞ്ഞു കഴിഞ്ഞു. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വറവിടേണ്ടതുണ്ട്. അതിന് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് നമുക്ക് അരിഞ്ഞെടുത്ത ഉള്ളി അതിലേക്കിട്ട് തന്നിരിക്കുന്ന പച്ചക്കായ അതിലേക്കിട്ടതിന് ശേഷം മുളക് പൊടി അല്പം വിതറി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പിട്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലിട്ട് അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഉപ്പേരി, പച്ചക്കായ ഉപ്പേരി തയ്യാറായി. അടുത്തത് നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ഇങ്ങനെ മുളകും ഉള്ളിയും ചെമ്മീനും കൂടി ഒന്നിൽ തന്നെ വറുത്തെടുത്ത് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ തേങ്ങ ചിരവിയതുകൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്നിവിടെ തേങ്ങ എടുക്കുന്നില്ല. അടുത്തത് നമുക്ക് കൂർക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 500 കൂർക്ക എടുത്തിട്ടുണ്ട്. അത് തൊലി കളയാൻ കുറച്ച് പ്രയാസമായിരിക്കും. എങ്കിലും എനിക്ക് കിട്ടിയത് ഇവിടെ കുറച്ച് വലിയ കൂർക്കയാണ്. ആ കൂർക്ക ഉപ്പേരി നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി വീണ്ടും എരിഞ്ഞ് ചുവന്ന മുളകും പച്ചമുളകും കളറിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം തന്നിരിക്കുന്ന കൂർക്ക അതിലേക്കിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ കൂർക്ക ഉപ്പേരിയും തയ്യാറായി. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് അയില മുളകിട്ടതും അതിൽ ഒന്നെടുത്ത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയില മുളകിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തക്കാളി കുനുകുന ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്ന മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തത് അതിലേക്കിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ച് കുറുകിയതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ച അയില അതിലേക്ക് എടുത്തിട്ട് കുറച്ച് സമയം മൂടി വെക്കാം. അധികം തിളക്കേണ്ടതില്ല. നമ്മളതിൽ പുളിയും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ഉച്ചയൂണ് തയ്യാറായി. നമുക്കിത് ചൂടോടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഇതാ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ആഡ് ചെയ്യണം.